ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഇന്നോവേഷൻ ഫാക്ടറി. ഹോപ്പ് ഓൾ ആർ ഗുഡ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു അപ്ഡേഷനായിട്ട് പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ കമ്പനി ബോട്ട് ടു ബോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് തന്നിരുന്നു. നമ്മൾ സാധാരണ ചെയ്തിരുന്നത് നമ്മുടെ ഇമെയിൽ ഐ ഡി അല്ലേ, നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്. ഈ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ടീം മെമ്പേഴ്സിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത്. അതെങ്ങനെയാണ്? നമ്മുടെ ടീമിൽ വരുന്ന 10 ലെവലിലുള്ള ആളുകൾക്ക്, ഡൗൺ ലൈനിൽ വരുന്ന 10 ലെവലിലുള്ള ആളുകൾക്ക് വരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവസരമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ അപ്പ് ലൈനിലും 10 ലെവൽ വരെയുള്ള ആളുകൾക്ക് മുകളിലേക്ക് നിങ്ങളുടെ അപ്ലൈൻ അല്ലേ, അപ്ലൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ അത് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നെങ്കിൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ യൂസർ ഐ ഡി, അപ്പോൾ യൂസർ ഐ ഡി എവിടെ നമുക്ക് കിട്ടുക? ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും യൂസർ ഐ ഡി. ഈ യൂസർ ഐ ഡി നമ്മൾ കോപ്പി എടുത്തിട്ട് വേണം നമുക്കിത് ഇനി അങ്ങോട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ യൂസർ ഐ ഡി ഉപയോഗിച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ മുമ്പ് നമ്മൾ വാലറ്റിൽ ക്ലിക്ക് ചെയ്തു, ബോട്ടിൽ ക്ലിക്ക് ചെയ്തു അല്ലേ, ബോട്ടിൽ ക്ലിക്ക് ചെയ്തു, ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്തു, അതർ എന്നുള്ള ഓപ്ഷൻസ് ഇവിടെ ഇമെയിൽ ഐ ഡി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ നിന്നാണ് യൂസർ ഐ ഡി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യൂസർ ഐ ഡി ക്ലിക്ക് ചെയ്യുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, യൂസർ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ, നിങ്ങളിപ്പോൾ അപ്ലൈൻ ആയാലും ഡൗൺലൈൻ ആയാലും ആർക്കായാലും യൂസർ ഐ ഡി അയക്കുന്ന സമയത്ത് കോപ്പി എടുത്തിട്ട് തന്നെ ഷെയർ ചെയ്യുക. കാരണം ഒരു സംഖ്യ മാറിക്കഴിഞ്ഞാൽ അത് വേറെ ആൾക്കായിരിക്കും, വേറൊരു യൂസേഴ്സിനായിരിക്കും പോവുക. അതുകൊണ്ട് എപ്പോഴും കോപ്പി എടുത്തിട്ട് തന്നെ അയച്ചു കൊടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എപ്പോഴും. ഓക്കെ, അപ്പോൾ യൂസർ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഇവിടെ ബോട്ട് സെലക്ട് ചെയ്യുക. ടു ഫ്രം എന്നുള്ള സ്ഥലത്ത് ബോട്ട് സെലക്ട് ചെയ്യുക. ടു എന്നുള്ള സ്ഥലത്തും ബോട്ട് സെലക്ട് ചെയ്യുക. ഹൗ മെനി കോയിൻസ് യു ഹാവ് ടു സെൻഡ്, വിച്ച് കറൻസി, അത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എമൗണ്ട്, ദെൻ ട്രാൻസ്ഫർ. അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് കണ്ടിട്ടുണ്ട് ബൈനാൻസിലൊക്കെ, ബൈനാൻസ് ഐ ഡിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബാക്ക് എൻഡിൽ കുറേയധികം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത 30-ാം തീയതിക്കുള്ളിൽ അല്ലേ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, ഇന്നിപ്പോൾ ഏകദേശം 28-ാം തീയതിയാണ്. അപ്പോൾ ഒരു 1-2 ദിവസത്തിന് വലിയൊരു മേജർ അപ്ഡേഷൻസ് കൊണ്ട് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മുടെ ഫയർ ബ്ലോക്സ് ഇൻറ്റിഗ്രേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ അതിനുശേഷം വളരെ ഫാസ്റ്റായിട്ട് ഇൻസ്റ്റൻറ്റ് വിഡ്രോവൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫയർ ബ്ലോക്സിൻ്റെ ഇൻറ്റിഗ്രേഷൻ അത് പുഷ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ മേജർ അപ്ഡേഷനിലേക്ക് നടക്കുകയാണ്. സോ നമ്മൾ ബാക്ക് എൻഡ് ടീം, നമ്മുടെ ടെക്നിക്കൽ ടീം വളരെ എന്താ പറയുക, ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമ്മുടെ അതുപോലെ തന്നെ ഗോൾഡൻ എക്സും അതുപോലെ തന്നെ സ്പോട്ട് ട്രേഡിംഗ് അല്ലേ, ഗോൾഡൻ എക്സ് അതും ലൈവ് ആവാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ P2P ട്രേഡിങ്, ഫ്യൂച്ചർ ട്രേഡിങ്, അതൊക്കെ കാര്യങ്ങൾ ഈ വരുന്ന മാസത്തോട് കൂടിയിട്ട് അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സി യു. ബൈ.